ആ എന്തായിരുന്നു ഇന്നത്തെ മേളത്തിന്റെ കാരണം? നിനക്ക് ഇറങ്ങാറായില്ലേ? ഓട്ടോ വരാൻ സമയമായിട്ടില്ല. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ സമ്മതിക്കുവോ? അച്ഛനെ ഞാൻ സമ്മതിപ്പിച്ചോളാം. എന്താ കാര്യം? എന്റെ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ഈ റിയാലിറ്റി ഷോസിന് അപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. അടുത്ത ഷോയില് ഏറ്റവും നല്ല ഡാൻസറിന് 50 ലക്ഷം രൂപ സമ്മാനം. ഞാനും അയച്ചോട്ടെ? അയ്യോ, അത്രയും രൂപ ഒരുമിച്ച് വാങ്ങാനുള്ള പ്രായമായിട്ടില്ല എന്റെ മോക്ക്. ഇനിയിപ്പോ അവക്ക് നാട്ടുകാരുടെ മുന്നിൽ തുള്ളിച്ചാടാഞ്ഞിട്ടാ. പ്ലീസ് അമ്മേ, ഇപ്പൊ സിനിമക്കാരുടെ ഡിമാൻഡ് ഈ റിയാലിറ്റി ഷോസിനാ. അമ്മ കേട്ടിട്ടില്ലേ, ഡാൻസർ പ്രശാന്ത്, നജീം, ഹിഷാം ഇവരൊക്കെ എത്ര പെട്ടെന്ന് ഫേമസ് ആവുന്ന. അതെ, എന്റെ മോൾ അത്ര പെട്ടെന്ന് ഫേമസ് ആവണ്ട. ഇപ്പൊ നന്നായി പഠിക്ക്. അടുത്ത കൊല്ലം 10 ഓർമ്മയുണ്ടോ നിനക്കത്? ഈ റിയാലിറ്റി ഷോയിൽ പോയതുകൊണ്ട് എനിക്ക് ഒട്ടും മാർക്ക് കുറയൂല, ഉറപ്പാ. മോളെ, നിനക്കറിയോ, 10-12 വർഷം ഡാൻസ് പഠിച്ചതാ നിന്റെ അമ്മ. ഇതൊരു പ്രൊഫഷൻ ആക്കണമെന്നും തീരുമാനിച്ചതാ. ഡാൻസ് ആണ് ഇഷ്ടമെങ്കിൽ വിവാഹം കഴിഞ്ഞാലും തുടർന്നോട്ടേന്നായിരുന്നു പെണ്ണ് കാണാൻ വന്നപ്പോ നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്. ഡാൻസിനൊപ്പം വേണമെങ്കിൽ കമ്പ്യൂട്ടർ കോഴ്സും ചെയ്തോളാൻ വരെ പറഞ്ഞതാ. എന്നിട്ട് എന്താ ഉണ്ടായേ? 18-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം അമ്മയ്ക്ക് ആ ചെലങ്കയിലൊന്നും നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. സ്വന്തമായി ഒരു ജോലിയും വരുമാനവും ഇല്ലാത്ത പെണ്ണുങ്ങൾക്ക് ഭർത്താവിന്റെ വീട്ടില് ഒരു വേലയും കാണില്ല. കുറച്ചു കാലത്തെ പുതുമ തീർന്ന ശമ്പളം കൊടുക്കാതെ നിർത്താൻ പറ്റിയ ഒരു വേലക്കാരി. ആ ഗതികേട് എന്റെ മോൾക്ക് വരരുത്. അമ്മേ, നീ ചെല്ല്. ഭർത്താവിന്റെ വീട്ടിൽ രാവിലെ മുതൽ അന്ത്യാവോളം ഒരു മാടിനെ പോലെ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് വീട്ടമ്മമാർ നമുക്കിടയിലുണ്ട്. എടുത്താലും എടുത്താലും തീരാത്ത പണി ഈ വീട്ടിൽ മാത്രമേ കാണൂ. സഹായത്തിന് ആരെങ്കിലും നിർത്താൻ പറഞ്ഞു അതും കേൾക്കില്ല. ഈ പണിയൊക്കെ ചെയ്യാനാത്രേ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. ഇവിടുത്തെ മനുഷ്യന്മാരുടെ കാര്യം നോക്കാൻ തന്നെ 2 കൈയും കാലും പോരാ. അതിനിടയില ഒരു പശു, ഒരു പട്ടി. ഓ, വെട്ടി വിഴുങ്ങാനൊന്നും തന്നിട്ടില്ലെന്നറിയാം. കിടന്ന് കുരക്കണ്ട. ഇതിലും ഭേദം വല്ല വീട്ടിലും അടിച്ചു തെളിക്കാൻ പോണതാ. മാസാവസാനം 4 കാശ് കയ്യിലിരിക്കൂലോ. നിങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് തള്ളാനേ മൃഗസ്നേഹിയായ സുഗുണൻ ചേട്ടന് പറ്റൂ. ഭാരം മുഴുവൻ വലിക്കാൻ ഒരു കഴുതയായിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ. ഒരു കറവക്കാരനെങ്കിലും നിർത്താൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞെന്നറിയോ? നാട്ടിലുള്ള മുഴുവൻ പശുക്കളുടെ അകിട് തടവുന്ന കൈയും കൊണ്ട് എന്റെ പശുവിന്റെ അകിട്ടിലേക്ക് ആരും വരണ്ടാന്ന്. എന്നാ അവനവൻ ചെയ്യോ? അതിന് ബിന്ദു വേണം. പാക്കറ്റ് പോലെ മേടിച്ചാ മതിയെന്ന് 1000 തവണ പറഞ്ഞതാ. അപ്പൊ അതിന് ഗുണമേന്മ പോരാത്രേ. ഓ, കണ്ണും ചെവിടും കേക്കാൻ വയ്യ. ഒരു ദിവസം എല്ലാത്തിനും കൊന്ന് ഞാനങ്ങ് കുഴിച്ചു മൂടും. വീട്ടുകാവലിനെ നിർത്തിയൊരു സാധനം. വീട് നോക്കാനേ ഉത്തരവാദിത്തമുള്ളവരാണ് മതി. അല്ലാതെ അവനവന്റെ ജോലി പട്ടി ഏൽപ്പിച്ച് ഒഴിഞ്ഞു മാറിയിട്ട് ഒരു കാര്യമില്ല. നീ ആരെ അടിച്ചീത്ത വിളിക്കുന്നു? സുഗുണേട്ടനും അഞ്ജനയും പോയി കഴിഞ്ഞാ എന്തേലും ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഇവറ്റകളല്ലേ ഉള്ളൂ. പിന്നെ മിണ്ടിയും പറഞ്ഞും കളിച്ച് രസിച്ചിരിക്കുകയാണെന്ന് നിന്റെ ഈ കോലം കണ്ട അച്ഛന് മനസ്സിലാവുന്നുണ്ട്. അല്ല, പട്ടിയും പശുവും മാത്രല്ലല്ലോ, കുറെ കോഴികളുണ്ടായിരുന്നല്ലോ ഇവിടെ. അതൊക്കെ സൂക്കേട് വന്ന് ചത്തു. അത് നന്നായി, അത്ര അധ്വാനം കുറഞ്ഞൂലോ. അച്ഛൻ വാ. എന്താ ഒരു അറിയിപ്പില്ലാതെ? പിന്നെ എടി, മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചീട്ട് വാങ്ങിട്ട് വേണോ നിന്നെ കാണാൻ വരാൻ? ഈയിടെയായിട്ട് അങ്ങനെ വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. സുഖമില്ലാതെ കിടക്കുന്ന ഒരു അമ്മയും പിന്നെ ഈ ഞങ്ങളും അവിടെ ഉണ്ടെന്ന് നീയും ഓർക്കാറുണ്ടോ? ഉവ്വോ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അച്ഛാ. ഇവിടുത്തെ പട്ടിയും പശുവും ഒക്കെ വിട്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റണ്ടേ? അതൊന്നും വേണ്ട. ഹാ, കാന്താരി എത്തിയോ? കാറ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ആഹാ, രമേശ് മാമനുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് നിനക്ക് അമ്മയൊന്ന് സഹായിച്ചൂടെ? വലിയ കുട്ടിയായല്ലോ. അസലായി. കമഴ്ന്ന് കിടക്കുന്ന പ്ലാവിലെടുത്ത് മലർത്തിയിടില്ല ഇവള്. കമഴ്ന്ന് കിടക്കുന്ന പ്ലാവിലെ മലർത്തിയിട്ട് എന്ത് കിട്ടാനാ മുത്തശ്ശ? ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞതാണേ. അതൊക്കെ പോട്ടെ, കറണ്ട് ഓഫീസർ എപ്പോ വരും? ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വന്ന് പോയല്ലോ. അപ്പൊ പിന്നെ ആ വിദ്വാനെ കാക്കണ്ടെന്ന് അർത്ഥം. എന്താച്ചാ കാര്യം? ഒരു ചെറിയ വിശേഷം. നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരു പെൺകുട്ടി വന്ന് കയറാൻ പോവാ. അതിനു മുമ്പ് മൂത്ത പെങ്ങള് കുട്ടിയെ കണ്ട് ബോധ്യപ്പെടുക എന്നൊരു ചടങ്ങുണ്ടല്ലോ. കുട്ടി ഇവന്റെ ഓഫീസിലുള്ളതാ. ഇവര് തമ്മിൽ ഇഷ്ടത്തിലുവാ. അപ്പൊ പിന്നെ നമ്മളായിട്ട് മുൻകൈ എടുത്ത് അത് നടത്തി കൊടുക്കാന്ന് തീരുമാനിച്ചു. എന്താ പോരെ? എടാ രമേശ്, നീ ആരോടും പറയാതെ പണി പറ്റിച്ച് കളഞ്ഞല്ലോ. അതെ, വെള്ളിയാഴ്ച ഞങ്ങൾ വരൂ കേട്ടോ. ചേച്ചിയും സുഗുണേട്ടനും തയ്യാറായിട്ടിരിക്കണം. പിന്നെ പട്ടിയുടെയും പശുവിന്റെയും കാര്യം പറഞ്ഞ് ഒഴിയാൻ നിൽക്കരുതേ. നീ ഒന്ന് പോടാ.
ഞങ്ങൾ സമയത്ത് തന്നെ തയ്യാറായിരുന്നോളാം. നാളെ കറണ്ട് ഓഫീസിൽ ചെന്ന് സുഗുണനോട് പറയണോ? വേണ്ടച്ചാ, ഞാൻ പറഞ്ഞോളാം. ആ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുക. അയ്യോ, ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ. അന്യരൊന്നും അല്ലല്ലോ വന്നത്, സൽക്കാരത്തിന്റെ കാര്യമൊന്നുമില്ല. വടാ. അച്ഛാ, അമ്മയ്ക്ക് അങ്ങനെ പോണു. വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നാണ് ഡോക്ടർമാർ ഇപ്പോഴും പറയുന്നത്. എന്നാലും നമുക്ക് അങ്ങനെ മടുത്ത് പിന്മാറാൻ പറ്റൂ. വടാ. അതോർത്ത് ചേച്ചി വിഷമിക്കണ്ട. കല്യാണം ആവുമ്പോഴേക്കും നോക്കിക്കോളൂ അമ്മ പഴയ പോലെ ഉഷാറാവണത്. കോട്ടെ അഞ്ചു. എന്റെ ഒക്കത്തിരുന്ന് വളർന്ന ചെക്കനാ ഇപ്പൊ പോത്തുപോലെ വളർന്ന് കല്യാണപ്രായമായി. ചെറുപ്പത്തിൽ ആരുടെങ്കിലും ഒക്കെ എല്ലാരും ഇരുന്നിട്ടുണ്ടാവും. എന്ന് വെച്ച് അവർക്ക് ആർക്കും കല്യാണ പ്രായമാകൂലേ? എടി നിന്നെ. ഓക്കെ, താങ്ക് യു. ഇത് ഞങ്ങളുടെ ഓഫീസിലെ താങ്ക് യു. മതി 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 മതി. നീ ഒരു ഗ്ലാസ് എടുക്ക്, വല്ലപ്പോഴല്ലേ രണ്ടെണ്ണം അടിക്കേ. അയ്യോ, നമുക്കിത് ഹറാമാണ്. പിന്നെ എന്റെ ബാപ്പ അടിക്കും, അതും വർഷത്തിൽ 2 തവണ. അത്രയല്ലേ ഉള്ളൂ. മഴ ഉള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും. ചങ്ങുപുഴന്ന് മാറിയിരിക്കുന്നത് നാരികൾ നാരികൾ വിശ്വവിപത്തിന്റെ നാരായണകൾ എന്നല്ലേ? അങ്കുശമില്ലാത്ത ചാവല്യമേ, നിന്നെ അങ്ങനെയെന്നു വിളിക്കുന്നു ഞാൻ. അങ്ങനെ എന്നൊക്കെ വിളിക്കുന്നത് കൊള്ളാം, തിരിച്ചവര് തള്ളക്കി വിളിക്കാതെ നോക്കണം. 2 പെഗ് അടിച്ചതേ ഉള്ളൂ, അതിനിടയ്ക്ക് കവിതകൾ തലപൊക്കി തുടങ്ങി. അതൊക്കെ മാറി എന്നുള്ള കവിത പറച്ചിലല്ലേ ഉള്ളൂ. ലിസാമ ഇങ്ങോട്ട് വരട്ടെ, അച്ഛന്റെ വിധം മാറില്ലേ? അതെ, ഇവിടെ നിന്ന് കൂറ അടിച്ചോണ്ട് നിന്നാലേ അച്ചായന്റെ ഭാര്യ ലിസാമ ഉടനെ എത്തും. തലപൊക്കുന്നതിന് മുമ്പ് 2 കൊണ്ട് വലിച്ചു. എന്റെ കർത്താവേ, ചതച്ചെന്നാ തോന്നുന്നത്. 2 ഓർഡർ ഉള്ളൂ. അവളിങ്ങെത്തുന്നതിന് മുമ്പ് ഒരു 3-4 എണ്ണെങ്കിലും അകത്താകട്ടെ. ഇതെന്ത് അന്ത്യശ്വാസം വലിക്കാൻ പോലും മനുഷ്യ ഇത്രയും ആക്രാന്തം കാണിക്കാറില്ല. പിന്നെ ഇത്രയും സ്പീഡിൽ കള്ളു കുടിക്കാൻ മലയാളികൾക്കല്ലാതെ ലോകത്തെ ഒരു കൂതറകൾക്ക് സാധ്യമല്ല. അല്ലേ സുഗുണേട്ടാ? കണ്ടില്ലേ? ഇലക്ട്രിസിറ്റി ബോർഡല്ലേ? അല്ല, കല്യാണ വീടാ. ഓവർസിയർ സുഗുണൻ സാർ, അതിരപ്പള്ളി പദ്ധതി ഉടനെ ഉണ്ടാവും. ഒരു 2 മിനിറ്റ് താമസം വരും. ഒരു ജനതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു 2 മിനിറ്റ് താമസം വരും. അതുവരെ ചേട്ടൻ പുറത്ത് വെയിറ്റ്. അല്ല, ഒരു സംശയം. അവിടുത്തെ സിംഹവാലൻ കുരുങ്ങുകളെല്ലാം എന്ത് ചെയ്യും? കബീറേ, പ്രകൃതി സ്നേഹി, ഈ വെള്ളം കേറി കേറി വരുമ്പോൾ ഈ സിംഹവാലം കുരങ്ങിനറിയാം കേറി 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 പോകാൻ. കേറി 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 പോകും. അതെ, ഇത് കൊടു. ഇത് ഇത്രയും കയറ്റിട്ട് കുഴപ്പമില്ലല്ലേ? അവിടെ പൊറോട്ടയും കൊരങ്ങിറച്ചിയുണ്ട്. കുരങ്ങിറച്ചിയുണ്ടോ? അല്ല, ഇത് എത്രാമത്തെയാ? സത്യമായിട്ട് 2ാമത്തെ പെഗ്ഗ. വെറുതെ കിട്ടുന്ന കള്ളു മുഴുവൻ മോന്തി. ഇന്നലെ പിള്ളേരെ മുമ്പിൽ വെച്ച് സംഭവിച്ച പോലെ. പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്താ സംഭവിച്ചത് ഞങ്ങളൊന്ന് കേക്കട്ടെ. അത് പിന്നെ പറഞ്ഞേ പറ്റൂ, പറ പറ. എന്റെ കയ്യിൽ നിന്ന് 2 ചേട്ടത്ത് മേടിച്ചു. അത്രേ ഉള്ളൂ. അല്ല, സുഗുണന്റെ മിസ്സസ് വന്നില്ലേ? ഇല്ല. എന്തേ കൊണ്ടുവരാഞ്ഞേ? അത് പിന്നെ ഈ 4 പേര് കൂടുന്നിടത്ത് ഈ പട്ടുസാരിയും പൊതുപ്പിച്ച ആഭരണങ്ങളും അണിയിച്ചെന്റെ ഭാര്യയെ കൊണ്ട് കിടക്കുന്നതിൽ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. മാത്രമല്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുന്നതില് അവൾക്കൊട്ട് താല്പര്യമില്ല. എനിക്ക് താല്പര്യമുണ്ടോന്ന് അറിയണമെങ്കിലേ വിളിച്ചു നോക്കണം. അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. ഇതിനകത്ത് കരിയും പുകയും കൊണ്ടിരിക്കാനാ എനിക്ക് വിധി. സത്യം പറയാലോ, എനിക്ക് അമ്മയുടെ കൂടെ വരാൻ ഭയങ്കര നാണക്കേടാ. ആരെങ്കിലും പരിചയപ്പെടാൻ വന്നു കഴിഞ്ഞാൽ അപ്പ ചോദിക്കും, ഇതെന്റെ കൂടെ ചേച്ചിയാണോ? അമ്മയാന്ന് പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. പെറ്റ തള്ളക്ക് ഇത്തിരി ഗ്ലാമർ കൂടിപ്പോയതല്ലേ. അസൂയപ്പെടുന്ന മോള് നിന്നെ പോലെ വേറെ എങ്ങും ഉണ്ടാവില്ല. ഓ പിന്നെ വലിയ ഐശ്വര്യറായല്ലേ? ആയിരുന്നു. ആ ഒറ്റ കാരണം കൊണ്ടാ നിന്റെ അച്ഛൻ പിടിച്ച പിടിയാൽ എന്നെ കെട്ടിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ആ സൗന്ദര്യത്തിനൊപ്പം തന്റെ ഇല്ലാതെ പോയി. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ സമ്മതിക്കുവോ? റിയാലിറ്റി ഷോ അല്ലേ, നടക്കില്ല. അയ്യോ അതല്ല, അത് ഞാൻ എപ്പോഴേ ഉപേക്ഷിച്ചു. പിന്നെന്താ പുതിയത്? ഒരു മൊബൈല് എന്റെ ക്ലാസ്സില് കുറെ കുട്ടികളുടെ കയ്യിലുണ്ട്. എന്തൊക്കെ സൗകര്യാന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അമ്മയെ വിളിക്കാം. ഞാൻ വൈകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്നെ വിളിക്കാം. അയ്യോടി, നീ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരുന്നത് വരെ എനിക്ക് നിന്നോട് ഒന്നും വിളിച്ചു ചോദിക്കാനില്ല. ലേറ്റ് ആയി വരാൻ വേണ്ടി അങ്ങനെ നീ മൊബൈലും മേടിക്കണ്ട. ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്തെ സ്കൂളിൽ പോയി വന്നിട്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഡേ, കണക്കിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് 70 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് മറക്കണ്ട. അടുത്ത പരീക്ഷയ്ക്ക് ഇതുപോലാണെങ്കിൽ നിന്റെ ഫോണിന് ഞാൻ കുത്തിപ്പൊട്ടിക്കും. സന്ധ്യയെ തുടങ്ങും. തള്ളയും മോളും കൂടി ചല ചല ചലാന്ന് 2ഉം കൂടി വായിട്ട് അലക്കുന്നതേ ആ ചന്തമുക്ക് വരെ കേൾക്കാം. വേണ്ടാതിനും പറഞ്ഞതല്ലോ. ദേ, ഇവളുടെ പഠിപ്പിനെ പറ്റി പറഞ്ഞതാ. അതിനെങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുക? ഇടി ആദ്യം അവരുടെ മനസ്സ് മനസ്സിലാക്കണം. പിന്നെ ഒട്ടും ഭാരം തോന്നാത്ത വിധത്തില് മയത്തില് പറഞ്ഞു ബോധ്യപ്പെടുത്തണം. ഈ പഠനം ഒരു വിനോദമാക്കി മാറ്റണം. ലേൺ വിത്തൗട്ട് ബർഡൻ. അതാണ് ഞങ്ങളുടെ സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയം. അയ്യോ എന്റെ പൊന്നെ, ഇതൊന്നും അറിയാതെയാണല്ലോ എന്റെ ഈശ്വര ഇത്രയും കാലം ഞാൻ എന്റെ മോളെ പഠിപ്പിച്ചത്. അതിന്റെ ഗുണം കഴിഞ്ഞ കണക്ക് പരീക്ഷയ്ക്ക് കണ്ടതല്ലേ. ഇടിതേ
ഈ സയൻസും സോഷ്യലും പറഞ്ഞു കൊടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, അതൊക്കെ ആർക്കും പറ്റും. ഏയ് കണക്കും ഇംഗ്ലീഷും അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാ? അത് രണ്ടും നിന്റെ തള്ളയുടെ അടുത്ത കൂടെ പോലും പോയിട്ടില്ലല്ലോ. അതെ, നല്ലത് മുഴുവൻ അച്ഛന്, മോശം മുഴുവൻ അമ്മയ്ക്കും. കണക്കിന്റെ ഓ, കാര്യത്തിൽ അതിന്റെ മാത്രം കാര്യത്തിൽ തർക്കം വേണ്ട. ആ. അച്ഛാ, ഉം. അച്ഛന്റെ ഓഫീസിൽ നിന്ന് കല്യാണത്തിന് എല്ലാരും ഒറ്റയ്ക്കാ പോയത്? എന്തേ? അല്ല, എല്ലാ ഫംഗ്ഷനും അച്ഛൻ ഒറ്റയ്ക്കല്ലേ പോന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. അയ്യോടി മോളെ, നിനക്കത് അറിഞ്ഞൂടെ? എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോ നിന്റെ അച്ഛന് മാത്രം ഒരു സ്പെഷ്യൽ കാർഡാ. ദയവ് ചെയ്ത് സുഗുണൻ ഫാമിലിയോടെ വരരുതെന്ന് അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും. അതെ, ഈ ചെണ്ട കൊട്ടനടുത്തൊക്കെ ഭാര്യയും കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കാനേ ഞാനൊരു മണക്കൂസനൊന്നുമല്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എന്ത്? സുഗുണേട്ടൻ ഒരു മണങ്ങൂസനല്ലാന്ന്. ഒരുമാതിരി. അച്ഛാ, ഇന്ന് മുത്തശ്ശനും രമേശ് മാമനും വന്നിട്ടുണ്ടായിരുന്നു. എന്തിന്? അടുത്ത വെള്ളിയാഴ്ച രമേശ് മാമന്റെ എൻഗേജ്മെന്റ് ആണത്രേ. ഉച്ചയാകുമ്പോ മുത്തശ്ശൻ വണ്ടി അയക്കും. അച്ഛനും അമ്മയും പോകാൻ റെഡിയായിരിക്കണം. അത് ശരി. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ക്ഷണിക്കാൻ വരുന്നത് വീട്ടിൽ ആളില്ലാത്തപ്പോഴാ? സുഗുണേട്ടൻ ഉണ്ടാവുമല്ലോ എന്നോർത്തിട്ടാ അവര് വൈകിട്ട് വന്നത്. കല്യാണത്തിന് പോകുന്ന അവരറിഞ്ഞു. പിന്നെ അന്യരൊന്നും അല്ലല്ലോ, എന്റെ അച്ഛനും ആങ്ങളെയല്ലേ, അവർക്ക് ഏത് സമയത്തും വരാം. രമേശ് മാമനെ ലവ് മാരേജാ, കൂടെ വർക്ക് ചെയ്യുന്ന പെണ്ണിനെയാ കല്യാണം കഴിക്കാൻ ഒറ്റപ്പെടാന്നുണ്ടല്ലോ. കേറി പൊടിയാത്തേക്ക്. ചെറിയ വായിൽ അവളുടെ ഓരോ സംസാരം. അതെങ്ങനെയാ? വിത്ത് ഇതിന്റെ അല്ലേ? നിങ്ങൾ ഇങ്ങനെ ചൂടാവാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അല്ലെങ്കിൽ എനിക്കറിയാം, എന്റെ വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഉടനെ വഴക്കുണ്ടാക്കും. അതിന്റെ പേര് 2 ദിവസം മിണ്ടാതെ നടന്ന പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയില്ലല്ലോ. അമ്മ സുഖമില്ലാതിരിക്കാൻ നടന്നിട്ടും എത്ര കാലം ഞാൻ എന്റെ വീട്ടിലേക്ക് ഒന്ന് കയറിയിട്ട്. എടി, മനുഷ്യന്മാരായ അസുഖം വരും. വിദേശത്ത് ജോലി ചെയ്യുന്ന എത്രയോ മലയാളികളില്ലേ? നാട്ടിൽ ആർക്കെങ്കിലും അസുഖം വെച്ചാൽ ഉടൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പറക്കാൻ നിൽക്കുക ഇല്ലല്ലോ. പക്ഷെ ഞാൻ വിദേശത്തല്ലല്ലോ. എന്റെ അനിയന്റെ വിവാഹ നിശ്ചയത്തിന് ഞാൻ എന്തായാലും പോവും. പോവില്ല മോളെ. വേണമെങ്കിൽ ഇപ്രാവശ്യം വരാൻ പറ്റില്ല എന്നൊന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ഈ സുഗുണൻ ഇവിടെ ഉള്ളപ്പോഴേ ഒന്നും കൂടി വന്ന് വിളിക്കട്ടെ, എന്നിട്ട് ആലോചിക്കാൻ പോണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പൊ ചെന്ന് മോളെ പഠിപ്പിക്കാൻ നോക്ക്. അതെ, കണക്കിലും ഇംഗ്ലീഷിലും ഞാൻ വട്ട പൂജ. പിന്നെ പുതിയ പഠനരീതിയെ പറ്റി എനിക്കൊന്നും അറിയില്ല. അതുകൊണ്ടേ തന്നെ താനങ്ങ് പഠിപ്പിച്ചാ മതി. പഠിപ്പിക്കൂടി, വേണമെങ്കിൽ പഠിപ്പിക്കും. കാണോ നിനക്ക്? പഠിപ്പിക്ക്, നല്ലോണം പഠിപ്പിക്ക്. മോളെ കണക്ക് കുഞ്ഞെടുത്തേ. 16 ഗുണം 12 എത്രയാ? പറയടി. 16 × 12 എത്രയാ? പറയടി. 16 × 12 എത്രയാടി? പറയടി. 16 × 12 എത്രയാ? എത്ര എളുപ്പമുള്ള കണക്കാടി. ക്ലാസ്സിൽ നീ എന്താ സ്വപ്നം കാണുകയാണോ? എന്തെങ്കിലും പറയുന്നതിന് മുമ്പിരുന്ന് മൂങ്ങേണ്ടത്. തല കിട്ടിയാൻ കിഴക്കും മാത്തങ്ങാ മോറി. മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു അതിരൊക്കെയുണ്ട്. മിണ്ടരുത്. ഇതാണ് ലേണിംഗ് വിത്തൗട്ട് ബർഡൻ.